എല്ലാവർക്കും സത്സംഗ് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യ അറിവിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു നടക്കാറുണ്ട്, പക്ഷെ ഒരുപാട് ബ്ലോക്സ് അവർക്ക് ഉണ്ടാവാറുണ്ട്. ദൈവവുമായിട്ടുള്ള കണക്ഷൻ ലോസ് ആയ പോലെ തോന്നാറുണ്ട്. വഴി തെറ്റിപ്പോയോ എന്ന് തോന്നുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് തോന്നലുകൾ മിക്ക ആൾക്കാർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ദൈവവുമായി കൂടുതൽ കണക്റ്റ് ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുക? എൻ്റെ ലൈഫിൽ എന്നെ ട്രാൻസ്ഫോം ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒരെണ്ണമാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കണം. കാരണം ഈ വീഡിയോയിൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് ചെയ്തപ്പോഴുണ്ടായ ആ ഒരു മാറ്റവും വ്യക്തമായി പറയുന്നുണ്ട്. പൂർണ്ണമായും ഇത് ഓടിച്ച് കേൾക്കേണ്ട ഒരു വീഡിയോ അല്ല. ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല മെത്തേഡ്സും പല കാര്യങ്ങളും സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, മെറ്റീരിയലായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈവൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലേ? ഞാനത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, ഞാനത് ചെയ്യാൻ പോവുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള എത്ര കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. 99% കാര്യങ്ങളും നടന്നിട്ടില്ല. അതിനൊരുപാട് ബ്ലോക്സ് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മോന് വേണ്ടി വളരെ നല്ലൊരു കുട്ടിയെ ആലോചിച്ചിട്ടുണ്ട്. ഒരുപാട് ബ്ലോക്സ് വരും. എൻ്റെ മോൻ വളരെ നല്ല ഒരു ജോബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അത് പോകും. ഞാൻ വളരെ നല്ലൊരു വീട് വെക്കാനായിട്ട് ഞാനിങ്ങനെ പ്ലാനൊക്കെ വെച്ച്, ഇതാണ് എൻ്റെ വീട്ടിൻ്റെ പ്ലാൻ. അപ്പോഴേ അത് പോയി കഴിഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്റ്റീലുണ്ട്. ഞാൻ ഇന്ന സാധന ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും എണീറ്റിട്ട് ഇന്ന സാധന കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഈ മന്ത്രജപം ചെയ്യുന്നുണ്ട്, ഈ ധ്യാനം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പോലും തോന്നാത്ത രീതിയിൽ അത് വരും. നിങ്ങൾക്കിത് അനുഭവിച്ചിട്ടില്ലേ? നിങ്ങൾ സ്വയം മനസാക്ഷിയോട് ചോദിച്ച് നോക്കിയാൽ, നിങ്ങൾ വിശ്വസിക്കാത്തവർ പോലും നിങ്ങളോടൊന്ന് ചോദിച്ച് നോക്കിയേ, ഇത് സംഭവിച്ചിട്ടില്ലേ എന്ന്. ഉറപ്പായിട്ടും നിങ്ങൾ പ്ലാസിബോ എഫക്റ്റ് എന്നോ അല്ലെങ്കിൽ ഇതൊരു തോന്നലാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, എത്ര പ്രാവശ്യം ഈ തോന്നൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം നിങ്ങൾ ഈ കോയിൻസിഡൻസ് എന്ന് പറയുന്ന ഈ കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? എനിക്കും സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു സീക്രട്ട് കണ്ടെത്തിയത്. നമ്മൾ ഒരിക്കലും നമ്മളുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം നടക്കുന്നത് വരെ സീക്രട്ടായിട്ട് വെക്കുക. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കടുകുമണിയിനേക്കാളും ചെറിയൊരു വിത്ത്, ആ വിത്താണ് ഒരു വലിയ ആൽമരമായിട്ടൊരു ബോധിവൃക്ഷമായിട്ട് മാറുന്നത്, അല്ലേ? അപ്പോൾ ഈ ആൽമരമായി മാറിയ ഒരു സാധനത്തിന് എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഒന്ന് കുലുക്കാൻ പോലും പറ്റും? ഒരു ആൽമരത്തിൽ ചെന്ന് കുലുക്കിയ ആൽമരം കുലുങ്ങ പോലും ഇല്ല, അല്ലേ? എന്തുകൊണ്ടാണ്? അത്രയും ആഴ്ന്നിറങ്ങി വേര്. പക്ഷേ ഈ വിത്ത് ഇട്ട് അതിനെ കിളിപ്പിക്കുന്ന സമയത്ത് അതിനൊരു ഫെൻസ് വെക്കണം, ഇല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? മൃഗങ്ങൾ വന്ന് ചിലപ്പോൾ അത് വളരുമ്പോൾ അതിൻ്റെ ഇല കടിച്ച് തിന്നും. പശുവും ആടുമൊക്കെ വന്നിട്ട് ഇല കടിച്ച് തിന്നും. പിന്നെ ഒരുപാട് കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അത് തനിയെ തന്നെ അങ്ങ് പോവും. അപ്പോൾ ഇത് വളരുന്നത് വരെ നമ്മളതിനെ കെയർ ചെയ്യേണ്ട, ഒരു പരിധി വരെ നമ്മളതിനെ കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? ഈ കെയറിങ് ഇല്ലെങ്കിൽ ഈ വലിയ ആൽമരം ഒരിക്കലും വരത്തില്ല. അല്ലെങ്കിൽ എന്താ പറയുക, അപ്രതീക്ഷിത, നമ്മുടെ നാട്ടിലുള്ള ആൽമരമൊന്നും ആരും വെച്ച് പിടിപ്പിച്ചതല്ല, അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും ശല്യപ്പെടുത്താത്ത സ്ഥലത്തായിരിക്കും അത് കിളിച്ചിട്ടുള്ളത്. ഈ എക്സാമ്പിൾ ലിറ്ററലായിട്ട് എടുക്കണ്ട. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു മരങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ള ചെടികൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്കിത് മനസ്സിലാവും. ഒരു കർപ്പൂരം
അപ്പോൾ ഈ കർപ്പൂരം നമ്മൾ വാങ്ങിയിട്ട് ഒന്ന് തുറന്ന് വെച്ച് നോക്കിയേ, പിന്നെ കർപ്പൂരം കാണത്തില്ല, ഉരുകി പോവും, അല്ലേ? ഇതായി പോവും, ഗേഷ്യസ് ആയിട്ട് ആവിയായിട്ട് പോവും. ഇതേപോലെ നമ്മൾ കെയർ ചെയ്യാതെ വെക്കുന്ന, നമ്മൾ ഈ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരെയും കാണിച്ച് കെയർ ചെയ്യാതിരിക്കുന്ന സംഭവങ്ങളെല്ലാം ലാസ്റ്റ് നമുക്ക് തന്നെ പണി. അതൊന്നും ഇല്ലാത്ത രീതിയിൽ, ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ അത് പോകും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പെർഫ്യൂം അടിക്കുകയാണ്, ഒരു അത്തർ പൂശാണ്, നമ്മളിങ്ങനെ നാട് നിങ്ങൾ പറഞ്ഞ് നടക്കുമോ? ഞാൻ അത്ര അടിച്ചിട്ടുണ്ട്, പെർഫ്യൂം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നടക്കുമോ? ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ സുഗന്ധം ആൾക്കാർക്ക് തനിയെ അറിയാൻ പറ്റും. നമ്മളത് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അതേപോലെ നമ്മൾ ചെയ്യുന്ന സ്പിരിച്വൽ സാധന, നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ, നമ്മൾ ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക്, അത് നടക്കുമ്പോൾ ആൾക്കാരറിയും. നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മളവരെ ഹൗസ് വാമിങ്ങിൽ പോയി വിളിക്കുമ്പോൾ അവരറിയും. അല്ലെങ്കിൽ തന്നെ വീട് പണി തുടങ്ങി വീടൊന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ അവർക്കത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അവരതറിയും. ജോലി കിട്ടുന്നതിന് മുമ്പ് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു മെഡിറ്റേഷൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ആൾക്കാരുടെ അടുത്തൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. അത് ഇറ്റ് ഇൻക്ലൂഡ്സ് എവരി വൺ, എല്ലാവരും. ചിലവരെല്ലാം കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയും, നീയും ചെയ്യടാ ഇത്, ഓം നമ ശിവായ 1000 വട്ടം ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ ബിസ്മില്ല 100 വട്ടം ഒന്ന് ചെയ്ത് നോക്കാൻ നല്ലതാണ്. ഇതിങ്ങനെ പറഞ്ഞ് നടക്കേണ്ട ആവശ്യം, നമുക്ക് ഒരു ഗുണം വന്നതിന് ശേഷം, അതായത് ഈ വിത്ത് ആൽമരമായി വേരിറങ്ങി ഉറച്ചതിന് ശേഷം നിങ്ങൾക്ക് ആരെടുത്ത് വേണമെങ്കിലും പറയാം. കാരണം ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളിൽ വിശ്വാസം, നിങ്ങളിൽ അനുഭവം ഉറച്ച് കഴിയുമ്പോൾ യാതൊന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മെഡിറ്റേഷൻ ഒരു പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട് ഒരു പുള്ളി ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇയാളുടെ അടുത്ത് നിങ്ങൾ ചെന്ന് പറയാണ്, ഇത് ചെയ്യുന്നുണ്ട്, നല്ലതാണ്, നിനക്ക് വേറെ ജോലിയില്ല, ഇതൊക്കെ തോന്നലാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ഉറച്ചിട്ടില്ല, നമ്മൾ തുടങ്ങിയതുള്ള. ചിലപ്പോൾ തോന്നലായിരിക്കില്ല, ആൾക്കാരൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. അപ്പോഴേ അതിൻ്റെ സ്ട്രെങ്ത്ത് പോയി. ഒരു വീട് വെക്കാനായിട്ട് ഞാൻ വീട് വെക്കാനായിട്ട് തീരുമാനിച്ചു. ഒരാൾ പറയാം, എന്തിനാടാ വീട് വെക്കുന്നത്? ഇപ്പോൾ ആരെങ്കിലും വീട് വെക്കുമോ? എത്ര പ്രശ്നങ്ങളാണ്. വീട് വെച്ചിട്ട് നിനക്ക് റീസെയിൽ അത് വിൽക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ? അല്ലെങ്കിൽ വീട് എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്, എത്രമാത്രം നിനക്ക് എല്ലാ മാസമുള്ള EMI അടയ്ക്കാൻ പറ്റുമോ ബാങ്കിൽ? ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരില്ലേ? നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് നോക്കിയേ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇല്ലയെന്ന് തോന്നും, പെട്ടെന്ന് ഒന്ന് നോക്കിയേ ലൈഫിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സീക്രസി ഇൻ എവ്രിതിങ്. ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ ജീസസ് പറയുന്നൊരു വാചകമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക, ജനലുകൾ അടയ്ക്കുക, രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് സംസാരിക്കൂ. നിങ്ങൾ രഹസ്യത്തിൽ പറയുന്ന ആ കാര്യം ആ പിതാവ് കേൾക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം നമ്മുടെ വീട്ടിൽ വന്ന് ജനലടച്ച് പ്രാർത്ഥിക്കണമെന്നാണോ? അല്ല. വീടെന്താണ്? നമ്മുടെ ശരീരമാണ്. ശരീരത്തിലേക്ക് പോകൂ. ജനലുകൾ ഇന്ദ്രിയങ്ങളാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതിനെല്ലാം അടച്ച് ഒരേ ഫോക്കസിൽ ഇരിക്കൂ. രഹസ്യത്തിൽ പിതാവിനോട് സംസാരിക്കൂ. എന്താണത്? മെഡിറ്റേഷൻ, ധ്യാനം, സീക്രസി. നമ്മുടെ പ്രാർത്ഥന, ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതിനു വേണ്ടി എഴുതുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, നാട് നീളെ പറഞ്ഞു നടക്കുകയാണ് ചിലവർ. എനിക്കറിയാവുന്ന എത്രയോ പേരുണ്ട് നാട് നീളെ പറഞ്ഞു നടക്കുന്നു. വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സീക്രസി ഖുർആനിൽ പറയുന്നുണ്ട്. ഏറ്റവും അടുത്തിരിക്കുന്നവനാണ് ഈശ്വരൻ. ഹദീസിൽ പറയുന്നുണ്ട്, പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, പുള്ളി പറയുന്നുണ്ട്, നമ്മുടെ സൈലൻസിലുള്ളതാണ് ഏറ്റവും വലിയ ആരാധന. സൈലൻസിൽ, മൗനത്തിൽ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതാണ്. ഗീതയിൽ പറയുന്നുണ്ട്, ധ്യാനയോഗത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, സോളിറ്റ്യൂഡ്, ഒരു ഏകാന്തമായി
ഉള്ളിൽ ധ്യാനിക്കൂ. നമ്മൾ എന്ത് ചെയ്താലും ഏകാന്തമായി ചെയ്ത് നോക്കിയേ, സീക്രട്ടായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ, ഉറപ്പായിട്ടും അത് സക്സസ് ആവും. യാതൊരു സംശയമില്ല അതിൽ. സീക്രട്ടായിട്ട് ചെയ്ത് നോക്കി നമ്മൾ ചെയ്യുന്ന എല്ലാം സക്സസ് ആവുമോ? ഇല്ല, ചിലതൊക്കെ ഫെയിലിയർ ആവും. എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ പറയാറില്ലേ, നീ അന്ന് അത് ചെയ്തതല്ലേ, പൊട്ടിയതല്ലേ, ഇന്ന് ഇതും പൊട്ടും, അങ്ങനെ പറയാറില്ലേ. ജഡ്ജ് ചെയ്യും ആൾക്കാർ നമ്മളെ, അതും ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് നിങ്ങൾ ചെയ്യുന്നെങ്കിലും, നിങ്ങൾ സ്പിരിച്വൽ കാര്യമാണെങ്കിൽ പോലും നാട് നീളെ ഇങ്ങനെ പറഞ്ഞു നടക്കാതിരിക്കുക, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ വളരെ സീക്രട്ടായിട്ട് വെക്കുക. നടന്നു കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും അറിയിക്കുക, അത് പകർന്നു കൊടുക്കാം. ഞാനിത് ചെയ്തു, അന്ന് എനിക്കത് നടന്നു, നീയും ഇത് ചെയ്യൂ. അത് വളരെ നല്ലൊരു പുണ്യമാണ്, ദാറ്റ് ഈസ് എ സർവീസ്. പക്ഷെ നടന്നതിന് ശേഷം പറയൂ, അതല്ലേ നല്ലത്. പക്ഷെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിവതും നമ്മൾ സ്വയം ചെയ്ത് നമുക്ക് വേരുറച്ചതിന് ശേഷം പറയുക. നമ്മൾ പറയല്ലേ, നീ സത്യം അറിഞ്ഞതിന് ശേഷം നീ ബാക്കിയുള്ളവരെ സത്യം അറിയാൻ പഠിപ്പിക്കൂ എന്നാണ് അതിൻ്റെ നിയമം, അല്ലേ? ആത്മസാക്ഷാത്കാരം കിട്ടാത്ത ഒരാൾ ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? പുള്ളിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ പഠിപ്പിക്കുക. കാരണം വേരുറച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, വേരുറച്ചു വലിയൊരു ആൽമരമായതിന് ശേഷം, ഒരുപാട് വലിയ ആൽമരം ആയില്ലെങ്കിൽ പോലും കാറ്റിലും കോളിലും പോകാത്ത രീതിയിൽ ആയതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, പകർന്നു കൊടുക്കാം. അതൊരു സേവനമാണ്, അതൊരു ദൈവികമായിട്ടുള്ള പ്രവൃത്തിയാണ്. മറ്റുള്ള ഈ കാര്യങ്ങൾ, ടെക്നിക്സ് ആണെങ്കിലും മറ്റുള്ള ജീവിതത്തിൻ്റെ പാഠങ്ങളാണെങ്കിലും അതെപ്പോൾ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് അനുഭവിച്ചിരിക്കണം. നിങ്ങൾക്ക് ആ അനുഭവം വേണം. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ട് പറഞ്ഞു കൊടുക്കലല്ല വേണ്ടത്. ഞാൻ ഇന്ന ഒരു ബിസിനസ് തുടങ്ങി, ഞാൻ ഇന്ന കാര്യങ്ങളാണ് അതിന് ചെയ്തത്. നിങ്ങൾ ആ ബിസിനസ് തുടങ്ങിയതിന് ശേഷം പറഞ്ഞു കൊടുക്കുക. തുടങ്ങാത്തൊരു ബിസിനസ്സിനെ കുറിച്ച് അവിടെ ഇവിടെയും നോക്കി പറയേണ്ട ആവശ്യമില്ല. അറിവുകൾ ഷെയർ ചെയ്യാം, പക്ഷേ ഉറച്ച രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ യോഗ്യരല്ല, അല്ലേ? അപ്പോൾ കഴിവതും നമുക്ക് സക്സസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീക്രസി, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് കയറ്റുക. സീക്രട്ടായിട്ട് നടന്ന് കഴിഞ്ഞതിന് ശേഷം ആരെടുത്തോണെങ്കിലും പറഞ്ഞു നിങ്ങൾ, അത് നല്ലതാണ്. നടക്കുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് പറയാതിരിക്കുക. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഇന്ന് തൊട്ട് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കൂ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് നടന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കും, അല്ലാതെ പറയില്ല. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ആണെങ്കിലും, നിങ്ങൾക്ക് സത്സംഗം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ക്ലാസ് ഉണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊരു അനുഭവത്തിന് ശേഷം മാത്രം അത് ഷെയർ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും, മെഡിറ്റേഷൻ ആണെങ്കിലും, ദൈവവുമായിട്ടുള്ള കണക്ഷൻ ആണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ളതാണ്, പുതിയൊരു അറിവോ ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് മാറ്റം ഉണ്ടാവും, യാതൊരു സംശയമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിന് തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ്, നിങ്ങളതിൽ ഭാഗമായി എന്നാണ് അർത്ഥം. കാരണം ഈ ഒരു പ്രോസസ്സ് ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ കുറേ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു അറിവ് എത്തുക. ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ ഞാൻ തരുന്ന എന്തെങ്കിലും ബ്ലെസ്സിങ് അല്ല, ഈ ഒരു അറിവാണത്, ഒരു ഡിവൈൻ അറിവാണ്. അത് എത്തേണ്ടവരിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്യാൻ നോക്കുക. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലാസ്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു.